നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മുടെ പൊതുനിരത്തുകളിലെ അപകടങ്ങളെക്കുറിച്ച്, അപകട മരണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുകയും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയുടെ സഹായം തേടുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അവകാശപ്പെട്ടിരുന്നത് ഈ ഡ്രൈവർമാരുടെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും മറ്റു വയലേഷനുകളുമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും അത് സംബന്ധിച്ചുള്ള മരണങ്ങൾ ഉണ്ടാകുന്നതും എന്നാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്നും അത് മാത്രമല്ല, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് വകുപ്പുകളുടെ, ഗതാഗത വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഒക്കെ അശ്രദ്ധമായ ചില നിർമ്മാണ രീതികളും ചില നിയമങ്ങളുമൊക്കെയാണ് എന്ന്, അല്ലെങ്കിൽ നടപ്പിലാക്കിയ ആ രീതികളുമൊക്കെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഡിഫറെന്റ് ആംഗിൾസ് ചെയ്തിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളും അതിന്റെ യഥാർത്ഥ വസ്തുതയുമാണ് നമ്മൾ ഈ വീഡിയോയിലും പരിശോധിക്കുന്നത്. ഉറങ്ങിപ്പോവുക, റോങ് സൈഡിൽ കയറി വരിക, റോങ് സൈഡിൽ പാർക്ക് ചെയ്യുക, അശ്രദ്ധമായി റോഡിലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യും, അനേകം ജീവനുകളാണ് പോകുന്നത്. തീർച്ചയായും താങ്കൾ പറഞ്ഞ ഈ കാര്യത്തോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. പക്ഷെ അനുസരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ അതിലെവിടെ ന്യായം എന്ന് കലാഭവൻ ചോദിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗതാഗത വകുപ്പും പോലീസും അതിന് അനുവദിക്കുന്നില്ല എന്ന് തന്നെ. ഞാൻ എൻ്റെ 2-3 അനുഭവങ്ങൾ പറയാം. താങ്കൾ പറഞ്ഞത് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം, ഉറങ്ങിയിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നാണ്. KSRTCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ മറ്റൊരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ ഞാനത് കണ്ടു. അത് തന്നെ കോട്ട് ചെയ്ത് ഞാൻ ഇവിടെ പറയട്ടെ. കഴിഞ്ഞ ഡിസംബറിൽ, ഒരു വർഷം മുമ്പ് ഡിസംബർ 24-ാം തീയതി ഞാൻ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നത് എൻ്റെ കുടുംബസമേതമാണ്. രാത്രിയിലാണ് യാത്ര. സുഖമായി ഗൂഗിൾ മാപ്പിന്റെ സന്തോഷത്തോടെ ഇങ്ങനെ പോകുന്നു. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത നാട്ടിൻപുറത്തെ റോഡുകളിലൂടെ കറങ്ങി ഒരു പ്രത്യേക റോഡിൽ ചെന്നിറങ്ങി യാത്ര ചെയ്യുന്ന സമയത്ത് 2 മണി 3 മണി സമയമായപ്പോൾ സ്വാഭാവികമായും എനിക്കൊന്ന് ഉറക്കം വന്നു ചെറുതായിട്ട്. നമുക്കറിയാം, ക്രിസ്മസിന്റെ തലേന്നായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് റോഡ് നീളെ പോലീസ് ഉണ്ടാവും, ചെക്കിങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധമാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോലീസുകാരോട് ചോദിച്ചു, ഉറക്കം വരുന്നുണ്ട്, എവിടെയെങ്കിലും 2 കുട്ടികളും ഭാര്യയുമുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി നിർത്തി ഒരു 1-2 മണിക്കൂർ കണ്ണടയ്ക്കാനുള്ള എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഇവിടെ അടുത്ത പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? എന്നോട് കടന്നു പോയിക്കൊള്ളാൻ ആക്രോശിച്ചത്, ആട്ടിവിടുകയാണ് ചെയ്യുന്നത്. റോഡിൽ കിടന്നുറങ്ങാനോ കടന്നുപോകാന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലാണ് സംസാരിച്ചത്. ആ വൃത്തികെട്ട ചെന്നായ്ക്കൾ, അവരെങ്ങനെ വിളിക്കുന്നുള്ളൂ ഞാൻ. അതായത് റോഡിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്ന വാഹനം ഉറക്കം വന്നു കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വന്നു കഴിഞ്ഞാൽ റോഡ് എവിടെയെങ്കിലും വീതിയുള്ള ഭാഗത്ത് ഒന്ന് അപകടം ഉണ്ടാക്കാത്ത വിധത്തിൽ ഓരം ചേർത്ത് എവിടെയെങ്കിലും നിർത്തി ഒരു 1-2 മണിക്കൂർ കണ്ണടയ്ക്കാമെന്ന് വെച്ചാൽ ഈ പോലീസുകാർ സമ്മതിക്കില്ല. പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് വാഹനം കയറ്റാനും അനുവദിക്കില്ല. അതായത് ഒരു തരത്തിലും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാരെ ഉറങ്ങി സ്വസ്ഥമായി വാഹനം ഓടിക്കാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാണ് സമ്മതിക്കാത്തത്. പോലീസുകാരും മോട്ടോർ വെഹിക്കിൾ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരാണ് സമ്മതിക്കാത്തത്, നാട്ടുകാരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഈ കുഴപ്പം ആദ്യം ഒന്ന് പരിഹരിക്കണം. രാത്രിയിൽ വാഹനം ഓടിക്കുന്നവരുണ്ട്, അവർക്ക് എവിടെയെങ്കിലും ഉറങ്ങേണ്ടി വന്നാൽ അവർക്ക് റൂം എടുത്ത് ഉറങ്ങാൻ ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല. അവരുടെ വാഹനം ഒതുക്കിയിട്ട് സ്വസ്ഥമായി ഉറങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കണം. അവരെ ശല്യപ്പെടുത്തരുത്. പലപ്പോഴും അത്തരത്തിൽ ഒരല്പം കയറ്റി, റോഡിൽ നിന്ന് കയറ്റി അടുത്ത പറമ്പിലേക്കോ ചെറിയ ഭാഗത്തേക്കോ ഒക്കെ കയറ്റിയിടും. കാരണം വേറെ വാഹനങ്ങൾ വരുന്നുണ്ടാവും, നമ്മുടെ വാഹനം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്. ഒരല്പം കയറ്റിയിട്ട് ഉറങ്ങുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ചാരിയിട്ട് ബെൽറ്റുമിട്ട് സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഗ്ലാസ് ഒരു അല്പം താഴ്ത്തി വെച്ചിട്ടുണ്ടാവും. വന്ന് ശല്യപ്പെടുത്തും, വിളിച്ചുണർത്തും. ഒന്ന് കണ്ണടയ്ക്കുക, വന്ന് വിളിച്ചുണർത്തിയിട്ട് പിന്നെ അവരുടെ ചോദ്യം ചെയ്യലാണ്. ഞങ്ങളൊന്ന് ഉറങ്ങുമ്പോൾ ആ ഉറക്കം ഉണരുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ. ഒരു മനുഷ്യന് ഉറങ്ങുകയാണ്, ഇയാൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതായിരിക്കാം. ഉറങ്ങിയാണല്ലോ കൂടുതൽ അപകടം ഉണ്ടാകുന്നത് താങ്കൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സൈഡ് മാറ്റി ആൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഉറങ്ങുമ്പോൾ അത്ര ചോദ്യം ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഉണരുന്നത് വരെ കാത്തു നിൽക്കാനുള്ള മര്യാദ കാണിക്കാൻ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ പറയണം. എന്നിട്ട് വേണം ഉറക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ഘോരം സംസാരിക്കാൻ. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്ന ജീവനുകൾ മാത്രമല്ല, അങ്ങനെ ഉറക്കമളച്ച് വണ്ടി ഓടിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവനും, അതായത് ഈ പറഞ്ഞ എന്റേതടക്കമുള്ള ജീവനും വിലപ്പെട്ടതാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. എനിക്ക് 1-2 അനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങൾ ഈ രീതിയിൽ മര്യാദയ്ക്കുണ്ട്. അതായത് രാത്രിയിൽ ഇങ്ങനെ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന മുഴുവൻ ആൾക്കാർ തെമ്മാടികളും, എന്താ പറയാ, ആ രീതിയിലുള്ള ആൾക്കാരുമാണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് മാറ്റാൻ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് പറയണം. ഒരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വളരെ ആവശ്യമാണ്. നിയമം അനുസരിക്കാനും വ്യക്തമായി വൃത്തിയോടുകൂടി ഡ്രൈവിംഗ് നടത്താനും അച്ചടക്കത്തോടെ ഡ്രൈവിംഗ് നടത്താനും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം നിലനിർത്താനും നമ്മൾ മലയാളികൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് ഞാൻ നിങ്ങളുടെ സഹായം തേടുകയാണ്.
കേരളത്തിലെ റോഡുകളിൽ എല്ലാ സംസ്കാരവും നടപ്പിലാക്കാനൊന്നും പറ്റില്ല. കാരണം അത് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ്. നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകൾക്ക് ടൈം കൊടുക്കുന്നത് എങ്ങനെയാ ഒന്ന് പറയൂ. താങ്കളുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കീഴിൽ തന്നെയാണല്ലോ ആ വകുപ്പ്. ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് 2 മിനിറ്റ് ഒക്കെയാണ് ഗ്യാപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ കോഴിക്കോട് പാലക്കാട് റോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടെ അങ്ങാടിപ്പുറം ആ മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലം വരുന്നതിന് മുമ്പ് റെയിൽവേ ക്രോസിംഗിന്റെ ആ ഒരു ടൈം മാത്രമേ അവർ ബ്ലോക്ക് ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി മേൽപ്പാലം ഉണ്ടാക്കിയപ്പോ 24 മണിക്കൂറും ബ്ലോക്കാണ്. ഒരു അശാസ്ത്രീയമായ നിർമ്മാണം. എങ്ങനെയാണ് നിർമ്മിക്കാൻ പാടില്ലാത്തത് ആ രീതിയിൽ നിർമ്മിച്ചുകൊണ്ട് സകല സമയവും ബ്ലോക്കാക്കി വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നഷ്ടപ്പെടുന്ന സമയം ഈ പ്രൈവറ്റ് ബസ്സുകാർ എങ്ങനെ ഓടിയെടുക്കും? താങ്കൾ പറയണം. അപ്പൊ സ്വാഭാവികമായും അവർ ലൈൻ ട്രാഫിക് ഒക്കെ ലംഘിച്ചുകൊണ്ട് ഏതിലേക്കൂടെയെങ്കിലും ഒക്കെ കയറിപ്പോകും. കാരണം ടൈം പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡുകൾ വെച്ചിട്ടുള്ള പോലീസുകാരുണ്ടല്ലോ, അവിടുത്തെ കറക്റ്റ് അവിടെ പഞ്ചിങ് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ ട്രിപ്പ് മുടക്കേണ്ടി വരും. അത് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് മരണപ്പാച്ചിൽ പായാണ്. മിനിമം 20-30 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് അങ്ങാടിപ്പുറത്ത് മാത്രം. അതുപോലെ മോങ്ങത്ത് വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്തും ഇതുമാതിരി ബ്ലോക്ക് വരുമ്പോൾ ഇതൊക്കെ ഓടിയെടുക്കണ്ടേ? അതുകൊണ്ട് യാത്രക്കാരുടെ ജീവനും ജീവിതവും വെച്ചുകൊണ്ട് ഈ മരണപ്പാച്ചിലിന് പായാൻ കാരണം എന്താണ്? പ്രൈവറ്റ് ബസ്സുകൾ ഇമാതിരിയുള്ള പോക്ക് പോകുന്നതിന് മുഴുവൻ കാരണവും ഈ പറഞ്ഞ ഗതാഗത വകുപ്പും പോലീസുമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തിനാണ് ഈ വാഹനങ്ങൾ ഓടുന്നത്? പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ അവർക്ക് സമയത്തിന് ഓടാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഈ പൊതുജനങ്ങൾക്ക് അവരുടെ ജീവൻ എന്താ വലുതല്ലേ? ആ രീതിയിലാണ് അവർ പരക്കം പാഞ്ഞു പോകുന്നത്. എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ടൈം ലിമിറ്റ് വെക്കുമ്പോൾ. ഒരു വാഹനം പുറപ്പെട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വാഹനം. ഇപ്പൊ പാലക്കാട് നിന്ന് പുറപ്പെടുന്ന വാഹനം രാമനാട്ടുകര എത്തുമ്പോൾ തൃശ്ശൂരുള്ള വാഹനവും വരുന്നുണ്ട്. പാലക്കാട് നിന്ന് വരുന്ന വാഹനവും തൃശ്ശൂരിൽ വരുന്ന വാഹനവും കൂടി 2 മിനിറ്റിന്റെ വ്യത്യാസം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കയ്യാങ്കളി നടക്കുകയാണ്, അവിടെ തല്ലാണ്, അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് ഗതാഗത വകുപ്പാണെന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ക്യാമറകൾ വെക്കുന്നത്, ക്യാമറകൾ സത്യത്തിൽ വെക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. വീതി കൂടിയ ഭാഗങ്ങളിൽ നിന്ന് വീതി കുറഞ്ഞ ഭാഗത്തിലേക്ക് കടന്നു പോകുന്ന ചില ഭാഗങ്ങളിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഖജനാവ് പെട്ടെന്ന് നിറയ്ക്കാമെന്ന് ഒരു നിർദ്ദേശം തരാണ്. കാരണം ലൈൻ ട്രാഫിക്കിൽ മര്യാദയ്ക്ക് ഒരു ലൈനായി വന്ന് നിൽക്കുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളുടെ പിന്നിൽ മറ്റു വാഹനങ്ങൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ഒഴിവായി പോകും. പക്ഷേ അവിടെ മറ്റു ഭാഗങ്ങളിൽ സൈഡിൽ ഉണ്ട് എന്നതുകൊണ്ട് നിരനിരയായി മറ്റു വാഹനങ്ങൾ കടന്നു വരികയും അങ്ങനെ കടന്നു വന്നതിന് ശേഷം മറ്റൊരു വാഹനത്തിനും കടന്നു പോകാൻ പറ്റാത്ത വിധം, അതായത് എതിർഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം വന്ന് കയറുന്നവർക്ക് വലിയ ഫൈൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗത കുരുക്കിന് ഏകദേശമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്ന ഒരു അഭിപ്രായം കൂടിയുണ്ട്. ഞാൻ എന്ന വ്യക്തിയോട് രാഷ്ട്രീയമായും വ്യക്തിപരമായും എൻ്റെ ആശയങ്ങളോടും ഒക്കെ പൊരുത്തപ്പെടാൻ കഴിയാത്ത നിങ്ങളിൽ പലരും ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി, നമ്മളെ ഈ റോഡിൽ പൊലിയുന്ന ജീവിതം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം. അതെന്തുകൊണ്ടാണെന്നറിയോ? താങ്കൾ വിമർശിക്കുന്നത് താങ്കൾ ഇഷ്ടമായത് കൊണ്ടാണ്. താങ്കളുടെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയും അത്ര മോശമൊന്നും ആയിരുന്നില്ല. അദ്ദേഹമാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് വാഹനം ആരംഭിച്ചത്. അതൊക്കെ തന്നെയാ KSRTC ഇത്രയധികം വിപുലപ്പെടുത്തിയതുമൊക്കെ അദ്ദേഹത്തിന്റെ പരിഷ്കാരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രിയപുത്രനാണ്. രാഷ്ട്രീയമായി നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, താങ്കൾക്കും ആ കഴിവ് ഒരു മന്ത്രി എന്ന നിലയിൽ പ്രശോഭിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് താങ്കളെ ഏറ്റവും അധികം വിമർശിക്കുന്നത്. എന്തായിരുന്നാലും ഞാനടക്കമുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിഭാഗം, മറ്റുള്ളവർ എനിക്ക് അതറിയില്ല, ഞങ്ങളൊരു വിഭാഗം ഞങ്ങളാൽ കഴിയുന്ന വിധം ട്രാഫിക് ബോധവൽക്കരണം മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ചെയ്യാം. പക്ഷെ താങ്കളും താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാതൊരു തടസ്സവും കൂടാതെ വാഹനം ഓടിക്കാൻ ഡ്രൈവർമാരെ അനുവദിക്കണം. ഉറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ ഉറങ്ങാൻ അനുവദിക്കണം, ശല്യപ്പെടുത്തരുത്. അതുപോലെ വാഹനം ഒരു മഴയത്ത് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ, നല്ല റോഡാണ്, റബ്ബറൈസ്ഡ് റോഡാണ്, അതുകൊണ്ട് തന്നെ റോഡ് കാണാൻ കഴിയുന്നില്ല. സൈഡ് ലൈനുകളും മറ്റ് സിഗ്നലുകളും എല്ലാം കൃത്യമായി സ്ഥാപിക്കണം. ക്യാമറകൾ മാത്രം വെച്ചാൽ പോരാ. അതിനു മുമ്പ് ഈ റോഡിൽ ഇത്ര വേഗതയിലാണ് സഞ്ചരിക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനും കൂടെ കഴിയണം. ഇത്രയും കൂടെ കഴിഞ്ഞ ശേഷം താങ്കൾ ഈ വീഡിയോ ഒന്നുകൂടി ഭംഗിയായിട്ട് ചെയ്യണം. ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും. Different angles. Don't forget to subscribe and support this channel.